ഇറാന്റെ സാമ്പത്തിക നട്ടലായ ഖാർഗീവ് പിടിച്ചെടുക്കാൻ അമേരിക്കൻ നാവികസേന വൻ സന്നാഹങ്ങളുടെ നീക്കം തുടങ്ങിക്കഴിഞ്ഞു. തങ്ങളുടെ പരമാധികാരത്തിനുമേൽ കൈവച്ചാൽ പ്രത്യാഘാതം അതിരൂക്ഷമായിരിക്കുമെന്ന് ഇറാനും മുന്നറിയിപ്പ് നൽകിയതോടെ ലോകം കടുത്ത ആശങ്കയിലായിരിക്കുകയാണ്. ജപ്പാനിലെ ഒക്കിനാവയിൽ നിന്നുള്ള 2200 അമേരിക്കൻ മറീനുകൾ USS ട്രിപ്പോളി എന്ന യുദ്ധക്കപ്പലിന്റെ നേതൃത്വത്തിൽ ഖാർഗീവ് ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. ഇറാൻ ഇതിനകം മുട്ടുമടക്കിയെന്നും അവരുടെ നാവിക ആശയവിനിമയ സംവിധാനങ്ങൾ തകർത്തുന്നുമാണ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുന്നത്. എന്നാൽ അമേരിക്കൻ നീക്കത്തെ ചെറുക്കാൻ സർവ്വസന്നാഹങ്ങളുമായി ഇറാൻ തയ്യാറെടുത്തു കഴിഞ്ഞു എന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ. വിമാനങ്ങളെ വെടിവെച്ചിടാൻ ശേഷിയുള്ള മാൻപാഡുകൾ ഉൾപ്പെടെയുള്ള മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ അവർ ദ്വീപിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇറാൻ മണ്ണിലിറങ്ങി യുദ്ധം ചെയ്യുന്നത് അമേരിക്കൻ സൈന്യത്തിന് വൻ നാശനഷ്ടങ്ങൾ വരുത്തിവെക്കുമെന്ന് മുൻ നാറ്റോ കമാൻഡർ അഡ്മിറൽ ജെയിംസ് സ്റ്റാവിഡ്രിസും അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എന്തിനാണ് അമേരിക്ക ഈ ദ്വീപിനെ ലക്ഷ്യമിടുന്നത് നമുക്കറിയാം. ഇറാന്റെ ആകെ എണ്ണ കയറ്റുമതിയുടെ 90% നടക്കുന്നത് ഈ ഖാർ ദ്വീപ് വഴിയാണ്. പ്രതിദിനം 15 ലക്ഷം ബാരലോളം എണ്ണയാണ് ഇവിടെ നിന്ന് പ്രധാനമായും ചൈനയിലേക്ക് കയറ്റി അയക്കുന്നത്. ഇറാന്റെ ഈ പ്രധാന സാമ്പത്തിക സ്രോതസ് പൂർണ്ണമായും അടച്ചുപൂട്ടുക എന്നതാണ് ട്രംപ് ഭരണകൂടത്തിന്റെ ലക്ഷ്യം. ഖാർ പിടിച്ചെടുക്കുന്നതിലൂടെ ഇറാനെ ചർച്ചയ്ക്ക് നിർബന്ധിതരാക്കാമെന്നും ഹോർമൂസ് കടലിലേക്ക് വീണ്ടും തുറപ്പിക്കാമെന്നുമാണ് അമേരിക്ക കണക്ക് കൂട്ടുന്നത്. എന്നാൽ ഈ സൈനിക നീക്കത്തിന് അമേരിക്കയ്ക്കുള്ളിൽ തന്നെ വലിയ പ്രതിഷേധമുണ്ട്. പ്യൂ റിസർച്ച് സെന്ററിന്റെ പഠനമനുസരിച്ച് 61% അമേരിക്കക്കാരും ട്രംപിന്റെ ഈ യുദ്ധ നയത്തോട് വിയോജിപ്പുള്ളവരാണ്. സൗദി ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളും അമേരിക്കയുടെ ഈ നീക്കത്തിൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ പ്രശ്നം പശ്ചിമേഷ്യയിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല. ഇവിടെ ഒരു യുദ്ധമുണ്ടായാൽ അത് ആഗോള ഇന്ധന വിപണിയെ ഒന്നാകെ തകർക്കും. ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുന്നത് സാമ്പത്തിക വിദഗ്ധർ ഭയപ്പെടുന്ന ഒരു കാര്യമാണ്. സാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിച്ച് ഈ ഇന്ധന വില വർധനവ് വലിയൊരു സാമ്പത്തിക തിരിച്ചടിയാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇരു രാജ്യങ്ങളും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ ലോകം വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി തന്നെ നേരിടേണ്ടി വരും. ന്യൂസ് ഡെസ്ക് മലയാളം.